ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 25. കലണ്ടർ പ്രകാരം പൗലോസ്ലീഹായുടെ മാനസാന്തര തിരുനാൾ ദിനം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെയോ നാളെയോ ഒക്കെ ആയി ആചരിക്കുന്നു. വലിയ തിരുനാളാണ്. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്നൊക്കെയുള്ള ബൈബിളിലെ കനപ്പെട്ട വാക്യങ്ങളുടെ ഉടമയാണ് വിശുദ്ധ പൗലോസ്. തെറ്റായ യഹൂദ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവനായി മിശിഹ രംഗപ്രവേശം ചെയ്തപ്പോൾ യഹൂദ പണ്ഡിതനായിരുന്ന പൗലോസ് ഈശോയുടെയും ഈശോയുടെ ശിഷ്യന്മാരുടെയും ഒക്കെ മുഖ്യ ശത്രുവായി മാറി. എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് ആ കൊലപാതകത്തിൽ പങ്കാളിയായി മാറി വിശുദ്ധ പൗലോസ്. ക്രിസ്തു ശിഷ്യരെ കൊലമരത്തിലെത്തിക്കാനുള്ള പാച്ചിലിൽ ഡമാസ്കസിനടുത്തെത്തിയപ്പോൾ ഒരു പ്രകാശപ്രളയം അവനെ വലയം ചെയ്തു. സാവൂൾ കുതിരപ്പുറത്തുനിന്ന് നിലം പതിച്ചു. നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്നൊരു അശരീരി സാവൂൾ കേട്ടു. നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്ന് മറുപടി കേട്ടു. നിലത്തുനിന്ന് എഴുന്നേറ്റ സാവൂളിന്റെ കണ്ണുകൾ തുറന്നിരുന്നു, പക്ഷേ കാഴ്ച ഉണ്ടായിരുന്നില്ല. സാവൂൾ പീഡിപ്പിച്ചത് മിശിഹായുടെ സഭയെ, പക്ഷെ വേദനിച്ചത് മിശിഹായുടെ ശരീരത്തിന്. അനനിയാസ് എന്ന ആചാര്യന്റെ കൈവപ്പ് പ്രാർത്ഥനയാൽ കാഴ്ച ശക്തി വീണ്ടും കിട്ടി. ദൈവദർശനം ലഭിച്ചപ്പോൾ കണ്ണുകളെ മൂടിക്കെട്ടിയിരുന്ന പാണ്ഡിത്യത്തിന്റെ ചിതമ്പലുകൾ കണ്ണിൽ നിന്ന് അടർന്നു വീണു. അവന് കാഴ്ചശക്തി ലഭിച്ചു. കാഴ്ച മാത്രമല്ല, ഉൾക്കാഴ്ചയും കിട്ടി. സൗൾ പൗലോസായി. തികഞ്ഞ തീക്ഷ്ണതയായിരുന്നു. തീക്ഷ്ണത ഇരട്ടിച്ചു എന്ന് പറയാം. ഈശോയ്ക്ക് വേണ്ടി ഓടി, നല്ല ഓട്ടമോടി, രക്തസാക്ഷിയായി, വിശുദ്ധനായി. ആമേൻ.